യെസ്. ഇന്നിപ്പോൾ ചൂരൽമലയിൽ തിരച്ചിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത് പുനരാരംഭിച്ചിരിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി ഒരു അല്പസമയം നിർത്തിവെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ചൂരൽമലയിലെ വില്ലേജ് റോഡിൽ നിന്ന് 3 മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന് തൊട്ടടുത്ത സ്ഥലമായ മുണ്ടക്കയിൽ നിന്നൊരു മൃതദേഹാവശിഷ്ടവും ലഭിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇതുവരെയും മൃതദേഹങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഡ്രോൺ റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടാവർ നായകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മൃതദേഹങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഒരു ചുറ്റുവട്ടത്ത് മാത്രം 12ഓളം JCB-കൾ ഉപയോഗിച്ച് മണ്ണ് മാന്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോഴും രക്ഷാദൌത്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഈ നായനെ ഇപ്പൊ കിട്ടിയതാണോ? ഇതിപ്പോ കിട്ടിയിട്ട് ഒരു മണിക്കൂറായി. കയ്യിലെ കെട്ട്. ഇത് എവിടെയായിരുന്നു? ഇത് അട്ടമല റിസോർട്ടിന്റെ പരിസരത്തായിരുന്നു. ആണോ? നിങ്ങൾ പരിശോധിക്കുമ്പോഴാണോ കണ്ടത്? അല്ല, അത് ഓൾറെഡി ഇത് അവിടെ ഉണ്ട് നമുക്കറിയാം. ഇനി ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ പോയതാണ്. പോയി പിന്നെ എല്ലാം കൂട്ടി കൊണ്ടുവന്നു. അവിടെ ഇനി ആരും ഇല്ലല്ലോ. അപ്പൊ ഇത് ആരുടെയോ വളർത്തുനായായിരുന്നോ? പേര് മാർലി. ഇത് ആരുടെ നായായിരുന്നു? അത് അവിടെ ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മളൊക്കെ ഉണ്ടായിരുന്ന. നിങ്ങൾ വിളിച്ചപ്പോ കൂടെ പോന്നു. ഭക്ഷണമൊക്കെ കൊടുക്ക. ഇത് ആദ്യം ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നു. നമ്മൾ എടുത്തും കൊണ്ടുവന്ന. പിന്നെ അല്ല, ഈ ഉരുൾപൊട്ടലിന്റെ മുമ്പ് നിങ്ങൾ ഇതിന് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്താ നിങ്ങളും ഉണ്ടായിരുന്നോ കൂടെ? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റിയത്? ഇപ്പൊ ഇവരിങ്ങനെ പറഞ്ഞപ്പോ ഇതിപ്പോ അവർക്ക് എന്തായാലും കൊണ്ടുപോകാന്ന് പറ്റൂല. പക്ഷെ നമ്മളിതിന്റെ പെട്ടെന്ന് വിചാരിച്ച് വേറെ ഇപ്പൊ ആരെങ്കിലും ഇതിനെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങളെ അവസ്ഥ ഇപ്പൊ ക്യാമ്പിലാണ്. നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. ആരെങ്കിലും ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകുന്നവരെ നമ്മൾ കയ്യിൽ വെച്ച് സൂക്ഷിക്കാൻ ഭക്ഷണമൊക്കെ അതിനാണ് കൊണ്ടുവന്നത്. ഏത് ക്യാമ്പിലാണ് ഇപ്പോ? മേപ്പാടി ഹൈസ്കൂൾ ക്യാമ്പിലാണ്. മറ്റേ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പഞ്ചായത്തിന്റെ ക്യാമ്പിൽ. ഏതായാലും ഇപ്പോഴും രക്ഷാദൌത്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത്. ഇന്നിപ്പോ ഒരു നായയെ മുമ്പ് ഉടമസ്ഥരുണ്ടായിരുന്നു. അതിനെ മൂന്നാളിനോടി ഉണ്ട് അവിടെ ഉണ്ടല്ലേ? അവരങ്ങനെ അവറ്റൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. ഏതായാലും ഈ ദുരന്തത്തിൽ ജീവനുള്ള എല്ലാറ്റിനെയും സംരക്ഷിക്കുക എന്ന മനസ്സോടെയാണ് രക്ഷാപ്രവർത്തകരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഈ നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരല്ലാത്ത നിരവധി പേരും ഇവിടെ രക്ഷാദൌത്യത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ഭൂശാസ്ത്രം അറിയാവുന്ന, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അറിയാവുന്ന ആളുകളാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ വന്ന രക്ഷാപ്രവർത്തകർക്കും ഔദ്യോഗിക സംഘത്തിനും ഒക്കെ വഴികൾ കാണിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ എവിടെയാണ് കിണറുള്ളത്, വീടുകൾക്ക് മുമ്പിൽ സെപ്റ്റിക് ടാങ്കുകൾ ഉള്ളത്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ ചളി മൂടി കിടക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഒരു പക്ഷേ കിണറിലേക്കായിരിക്കും. കിണർ ഇങ്ങനെ ചളി മൂടി കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പം മുതൽ മുന്നിട്ടിറങ്ങിയത് ഈ മനുഷ്യരായിരുന്നു, ഇവിടുത്തെ നാട്ടുകാരായിരുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളും ഏറെ വലിയ തരത്തിലുള്ള സന്നദ്ധ സേവകരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സാന്ത്വനത്തിന്റെ പ്രവർത്തകർ, സാന്ത്വനത്തിന്റെ പ്രവർത്തകരാണ് അല്ലെ? എന്താണ് ഇപ്പൊ ഇങ്ങനെ പണി മാറ്റി നിൽക്കുന്നത്? ഉച്ചഭക്ഷണം കഴിച്ചോ? ഉച്ചഭക്ഷണം കഴിച്ചു. ഇപ്പൊ എവിടെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്? നമ്മള് ഇതിന്റെ അപ്പുറത്ത് ഡാമിന്റെ അപ്പുറത്തായിരുന്നു. അവിടുത്തെ ഇപ്പൊ കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ്. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മള് 26 പേര് ഇപ്പൊ ഈ ഒരു ടീമിലുള്ളത്. ഈ ടീമില് നിങ്ങൾ എവിടുന്ന് വരുന്ന ആൾക്കാർ? കാസർഗോഡ് നിന്നുള്ളവരാണ് എല്ലാവരും ഉള്ളത്. ഇപ്പൊ ഇവര് കാസർഗോഡ് നിന്നുള്ള SYSന്റെ സാന്ത്വനം ടീമിന്റെ ആളുകളാണ്. ഇങ്ങനെ കാസർഗോഡ് നിന്നല്ലാത്ത വിവിധ പ്രദേശത്ത് കുറ്റ്യാടി, കോഴിക്കോട്, മലപ്പുറം പല സ്ഥലങ്ങളിൽ നിന്നുള്ള SYSന്റെ സാന്ത്വനത്തിന്റെ ആളുകൾ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ IRWന്റെ ആളുകളുണ്ട്, DYFIയുടെ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ടീം വെൽഫെയറിന്റെ ആളുകളുണ്ട്. ഇവരാണ് ശരിക്കും ഈ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആരും വിളിക്കാതെ ഉരുൾപൊട്ടലുണ്ടായി എന്നറിഞ്ഞപ്പോൾ ഒരു മനുഷ്യരുടെ പ്രേരണയുമില്ലാതെ, എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ സ്വയം സന്നദ്ധരായി ഇറങ്ങി വന്ന ഈ ദുരന്ത ഭൂമിയിലെ മാലാഖമാരെ പോലെ പണിയെടുക്കുന്ന മനുഷ്യരാണ് ഇവരാണ്. ഈ ദുരന്ത ഭൂമിയിൽ ഇത്രയോളം ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നിടത്തും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നിടത്തും ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തും ഒക്കെ ഇവരുടെ സേവനമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടന മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകളാണ്
ഈ പ്രവർത്തനത്തിൽ അവരുടേതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിലിലും ഇവർ കാര്യമായി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷാദൗത്യത്തിൽ അവർ അവരുടേതായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തെരച്ചിൽ ഇന്ന് 8 ദിവസം പിന്നിടുകയാണ് രേഷ്മ. 8 ദിവസം കഴിയുമ്പോൾ കാര്യമായി ഒരു പ്രവർത്തനം നടക്കുന്നത് സൂചിപ്പാറ പ്രദേശത്തെ ആ പ്രദേശത്താണ് നടക്കുന്നത്. അവിടെ അല്പം ദുഷ്കരമായ ദൗത്യമാണ്. അവിടെ ഈ ചെങ്കുത്തായ പാറക്കെട്ടൊക്കെ ഇറങ്ങി വേണം. അതുകൊണ്ട് തന്നെ എയർ ലിഫ്റ്റിംഗ് ഒക്കെയാണ് നടക്കുന്നത്. ഈ ചൂരൽമല പ്രദേശത്തും ഈ 6 സോണുകളായി തിരിച്ചുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് വളണ്ടിയർമാരെ നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാത്തിനും നേതൃപരമായ പങ്ക് വഹിക്കുന്നത് ആർമി ഉദ്യോഗസ്ഥരും അതുപോലെ അധികൃതരും തന്നെയാണ്. പക്ഷേ അവർക്ക് വേണ്ടിയുള്ള ജോലിക്കാരായി ഈ മനുഷ്യർ, ഈ സന്നദ്ധ സേവകർ കേരളത്തിന്റെ എമ്പാടും പ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള മനുഷ്യർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച പിന്നിട്ടു, 8 ദിവസം കഴിയുന്നു, അപ്പോഴും ഇവർ തന്നെയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. രേഷ്മ.